ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സംസ്ഥാനത്ത് ഒരു തുറന്നിടലാണ്. നിലവിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള, അതായത് 30% TPR റേറ്റ് ഉള്ള 12 തദ്ദേശ സ്ഥാപനത്തിൽ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നാളെ നിയന്ത്രണങ്ങളില്ല. എല്ലാ സ്ഥാപനങ്ങളും തുറക്കാം, എല്ലാ ആളുകൾക്കും എന്താവശ്യത്തിനും പുറത്തിറങ്ങാവുന്നതാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 18 വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ഇന്ന് മുതൽ സംസ്ഥാനത്ത് പുതിയ രീതിയിലാണ് ലോക്ക്ഡൌൺ നടപ്പിലാകുന്നത്. അതായത് സംസ്ഥാനം ഒട്ടാകെ പ്രഖ്യാപിച്ചിരുന്ന ലോക്ക്ഡൌൺ ജൂൺ 16 ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവസാനിച്ചിരുന്നു. ഇന്ന് പുതിയ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാകുകയാണ്. സംസ്ഥാനത്ത് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് A, B, C, D സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ ഒരു ലോക്ക്ഡൌൺ നടപ്പിലാക്കി വരുന്നത്. അതായത് എ സോൺ എന്ന് പറയുന്നത് 8% താഴെ TPR റേറ്റ് ഉള്ളവരും, ബി സോൺ എന്ന് പറയുന്നത് 8 മുതൽ 20 വരെ ശതമാനം TPR റേറ്റ് ഉള്ളവരും, സി സോൺ എന്ന് പറയുന്നത് 20 മുതൽ 30 വരെ റേറ്റ് ഉള്ളവരും, അതുപോലെ തന്നെ ഡി സോൺ എന്ന് പറയുന്നത് 30 മുകളിൽ ഉള്ളവരുമാണ്. ഈ 30 മുകളിൽ ഉള്ള സ്ഥലങ്ങൾ, അത് ഒരു തദ്ദേശ സ്ഥാപനം, ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അത് ഓരോ ജില്ലാ കളക്ടർമാരുമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ 12 തദ്ദേശ സ്ഥാപനങ്ങളാണ് കാറ്റഗറി ഡിയിൽ പെടുന്നത്. അവിടങ്ങളിൽ മാത്രം നാളെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണമായിരിക്കും. അവിടെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കാം. വേറുള്ള സ്ഥാപനങ്ങൾക്കൊന്നും തുറക്കാൻ കഴിയുകയില്ല, പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എ സോൺ, ബി സോൺ, സി സോൺ ഇവയ്ക്ക് എല്ലായിടത്തും എല്ലാ ആളുകൾക്കും ഈ 12 പ്രദേശങ്ങൾ ഒഴിച്ചുള്ള കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും നാളെ ലോക്ക്ഡൌൺ ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന അതേ ഒരു അവസ്ഥയായിരിക്കും നാളെ ഉണ്ടാവുക. ആവശ്യമുള്ള ആളുകൾക്ക് പുറത്തിറങ്ങി ആവശ്യ സാധനങ്ങൾ വാങ്ങാനും ആവശ്യങ്ങൾ നിറവേറ്റാനും നാളെ കഴിയും. നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഈ എ സോൺ, ബി സോൺ അതൊക്കെ ഏത് രൂപത്തിലാണ്, അപ്പൊ ഏത് രൂപത്തിലാണ് ആളുകൾക്ക് പുറത്തിറങ്ങാം, ഏത് സ്ഥാപനങ്ങളാണ് തുറക്കാൻ കഴിയുക എന്നുള്ളത് പല ആളുകൾക്കും എന്നിട്ടും സംശയങ്ങളാണ്. പല ആളുകളും ഓരോ സ്ഥാപനങ്ങളും എടുത്തു ചോദിക്കുകയാണ്. പല ആളുകളും ഫർണിച്ചർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കട ചോദിക്കുകയാണ്. അവര് ജോലി ചെയ്യുന്നതാവാം, അവർക്ക് അത് അത്യാവശ്യമായിട്ട് അറിയേണ്ടത് കൊണ്ടാവാം അവർ കമന്റ് ആയിട്ട് ചോദിക്കുന്നത്. അത്തരം ആളുകളോട് പറയാനുള്ളത്, കറക്റ്റായിട്ട് എല്ലാ സ്ഥാപനങ്ങളും തുറക്കുന്നതാണ്. നിലവിൽ തുറക്കാനും പ്രവർത്തിക്കാനും കഴിയാത്ത സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, ബ്യൂട്ടി പാർലറുകൾക്ക് പ്രവർത്തിക്കാനാവില്ല, ആരാധനാലയങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ല, ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല, വിനോദ പരിപാടികൾക്കും വിനോദ മേഖലക്കും വിനോദസഞ്ചാരങ്ങൾക്കും അനുമതിയില്ല. ഇത് കായിക പരിശീലനങ്ങൾക്കും ജിമ്മുകൾക്കും ഒന്നും ഇപ്പോൾ ഇളവ് അനുവദിച്ചിട്ടില്ല. പുറത്തുള്ള കായിക പരിശീലനങ്ങൾക്കൊക്കെ ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും നിങ്ങൾ എന്ത് ജോലി ചെയ്യാനും നിങ്ങൾ എന്ത് സ്ഥാപനത്തിൽ പ്രവർത്തിച്ചാലും അതൊക്കെ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ഒരു നിബന്ധനയുണ്ട്, 50% ജീവനക്കാരെ വെച്ച് വേണം ഈ ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംശയം എല്ലാവർക്കും മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? അതായത് 8% താഴെയുള്ളത് കേരളത്തിൽ 230 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ലോക്ക്ഡൌൺ ഇല്ല, കൂടുതൽ ഇളവുകളാണുള്ളത്. സാധാരണ പോലെയാണ് ജീവിതം ഉള്ളത്. അപ്പോൾ അവിടങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ സ്ഥാപനങ്ങൾക്കും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കാം. ബാറുകൾക്കും മിക്ക ഔട്ട്ലെറ്റുകൾക്കും 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കാം. പിന്നെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ, അത് എല്ലായിടത്തും അങ്ങനെയാണ്, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് പ്രവർത്തിക്കാനുള്ള അനുമതി. അത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ബി സോണിൽ പെടുന്ന 8 മുതൽ 20 വരെ TPR റേറ്റുള്ള സ്ഥലങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ അവശ്യ സാധനങ്ങൾക്ക് പുറമെയുള്ള എല്ലാ ഇളവ് ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പ്രവർത്തിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സി സോൺ, അതായത് 20-നും 30-നും ഇടയിൽ TPR റേറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച മാത്രം പ്രവർത്തിക്കാവുന്നതാണ്. മറ്റൊരു സംശയം, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഏത് സോണിലാണ് എന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അതിന് 3 വഴിയാണുള്ളത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, നമ്മുടെ ജില്ലാ കളക്ടർമാർ, നമ്മുടെ എല്ലാ ജില്ലയുടെയും കളക്ടർമാർക്ക് ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളുണ്ട്.
ആ ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് എല്ലാ ബുധനാഴ്ചയും അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ദിവസത്തെയും മറ്റു വിവരങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ജില്ലയിലെയും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ഏത് രീതിയിലാണ് എന്ന് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ അറിയാൻ കഴിയും. പിന്നെ എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഫേസ്ബുക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് നമ്മുടെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ ഒക്കെ വിളിച്ചിട്ട് അന്വേഷിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് ഫോൺ ചെയ്തിട്ട് ഓഫീസിലേക്ക് ഫോൺ ചെയ്തിട്ട് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയും. ഇപ്പൊ ഏത് സോണിലാണ് നമ്മൾ പെടുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു 3 സോണിലും വരുന്ന A, B, C സോണിൽ പെടുന്ന ആളുകൾക്കൊക്കെ നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ പ്രവർത്തിക്കാം. അപ്പൊ നാളെ ലോക്ക്ഡൌൺ ഇല്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതാണ് ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. നാളെ കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ കൂട്ടം കുത്തി പുറത്തു പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയും കാലം ഈ ഒരു 1.5 മാസം നമ്മൾ അടച്ചുപൂട്ടി ഇരുന്നത് വെറുതെ ആവരുത് എന്നുള്ളത് ഒരു ഓർമ്മിപ്പിക്കലാണ്. നമുക്കറിയാം, ഇന്ന് ബിവറേജ് ഒക്കെ തുറന്നപ്പോൾ ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടാൽ സങ്കടം തോന്നും. അരി വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു ഭാഗത്തുണ്ടാകുമ്പോൾ മദ്യത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ ആണ് തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ആപ്പ് വഴി ബുക്ക് ചെയ്ത ആളുകൾക്കേ മദ്യം നൽകുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇന്ന് സർക്കാർ ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും 9 മണി കഴിഞ്ഞാൽ ബിവറേജിലോ അല്ലെങ്കിൽ ബാറിലോ ചെന്നാൽ മദ്യം കിട്ടും. അപ്പോൾ ആളുകൾ കൂട്ടം കുത്തി ചെല്ലിയാണ്. ഈ ഒരു നിയന്ത്രണങ്ങളൊന്നും വരില്ല. പോലീസൊക്കെ വന്ന് നോക്കി പോവുക, അത്രയുള്ള വീഡിയോയിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളിൽ ഉള്ളത്. ഇപ്പോൾ ആരാധനാലയങ്ങൾക്ക് 8% താഴെയുള്ള സ്ഥലങ്ങൾക്ക് പോലും അനുമതി നൽകിയിട്ടില്ല. ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ആളുകൾ നല്ല വൃത്തിയോട് കൂടിയിട്ട് സ്നാനം ചെയ്തതിന് ശേഷമാണ് ഈ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് പോലും അത്തരം സ്ഥാപനങ്ങളിലൊന്നും പ്രവർത്തനാനുമതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബാറുകൾക്കൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല. ആളുകൾ കൂട്ടം കുത്തി പോയിട്ട് മദ്യം മേടിക്കുന്നു. അവിടെ യാതൊരു പ്രശ്നമില്ല. പോലീസിന്റെ ഒരു ഇടപെടലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നാളെ പുറത്തിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സത്യവാങ്മൂലം കയ്യിൽ കരുതണം. ഇപ്പൊ പല ആളുകളുടെയും ധാരണ ഇളവുകൾ ലഭിച്ചല്ലോ, ഇനി സത്യവാങ്മൂലത്തിന്റെ ആവശ്യമില്ലല്ലോ, ലോക്ക്ഡൌൺ കഴിഞ്ഞല്ലോ എന്നൊക്കെയാണ്. അങ്ങനെയല്ല, പുറത്തിറങ്ങണമെങ്കിൽ സത്യവാങ്മൂലം വേണം, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ, അതുപോലെ തന്നെ D സോൺ, ഈ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അവിടെ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാനും പോലീസ് പാസ് നിർബന്ധമാണ്. അതും മനസ്സിലാക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനാണ് സത്യവാങ്മൂലം കയ്യിൽ കരുതേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KSRTC യാത്രയാണ്. KSRTC കൂടുതൽ സർവീസുകൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. KSRTCയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ പ്രവർത്തനം ഉണ്ടാകില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദീർഘദൂര ബസ് സർവീസുകൾ ആരംഭിക്കും. ശനിയാഴ്ചയും ഞായറാഴ്ച ഉച്ചവരെയും KSRTC സർവീസ് നടത്തുകയില്ല. ശനി ഞായർ ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള ലോക്ക്ഡൌൺ ആണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. നാളെ ഇളവാണെങ്കിലും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസവും കർശനമായിട്ടുള്ള ലോക്ക്ഡൌൺ ആണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൂടുതൽ സർവീസുകൾ KSRTC ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ബസ്സുകൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ഓടിയാൽ ഒക്കില്ല. കാരണം നിന്ന് യാത്ര അനുവദിക്കില്ല. അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിർത്താൻ പാടില്ല. 92 രൂപ 93 രൂപയാണ് ഡീസലിന്റെ വില. ഈ ഒരു സാഹചര്യത്തിൽ അവർ ഓടിയാൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ കൂട്ടല്ലാതെ ഈ ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ പോലും അതിൽ നിന്നൊരു പൈസ ബാക്കിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുവിധ പ്രൈവറ്റ് ബസ്സുകളും ഓടുന്നില്ല. അത് ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഓട്ടോ ടാക്സികൾ ഇപ്പോൾ സാധാരണത്തെ പോലെ തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അത് സാധാരണ രീതിയിൽ അത് സാധാരണക്കാരന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ സർവീസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും അറിയിപ്പുകളാണ് നാളത്തെ ഇളവുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. നാളെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇല്ല. എല്ലാവർക്കും പുറത്തിറങ്ങാം, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാം. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും സേഫ് ആയിട്ട് പോയി തിരിച്ചു വരിക. ജോലിക്ക് പോകുന്ന ആളുകളും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നാളത്തെ റേഷൻ വിതരണമാണ്. റേഷൻ വിതരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. നീര, വെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യവിധങ്ങളുടെയും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ജൂൺ മാസത്തെ കിറ്റുകൾ റേഷൻ കടയിൽ എത്താത്തത് മൂലം അതിന്റെ വിതരണം നടക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുടെയും വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ
4000 രൂപയും സൗജന്യ ഭക്ഷ്യക്കിറ്റുമാണ് വിതരണം ചെയ്തത്. നമ്മുടെ മുഖ്യമന്ത്രി 1.5 മാസം മുമ്പ് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് 1000 രൂപ മറ്റ് സഹായങ്ങളൊന്നും ലഭിക്കാത്ത റേഷൻ കാർഡുള്ള ആളുകൾക്ക്, അതായത് മുൻഗണനാ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1000 രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അതിന്റെ ഒരു വിതരണം എന്തായി എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും നീല റേഷൻ കാർഡുകൾക്കും സ്പെഷ്യൽ അരി. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേവലം 2 കിലോ അരിയാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് കിട്ടുന്നത് എന്നുള്ളത് സങ്കടകരമാണ് നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിധങ്ങളെല്ലാം റേഷൻ കടയിൽ സ്റ്റോക്ക് ഉള്ളത് നമുക്ക് പോയിട്ട് വാങ്ങാം. വെള്ള റേഷൻ കാർഡുകാർക്ക് കഴിഞ്ഞ മാസത്തെ മെയ് മാസത്തെ കിറ്റ് അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ അവിടുന്ന് വാങ്ങാനില്ല. അത് 4 ആട്ടയും 2 കിലോ അരിയും അത് വാങ്ങിയിട്ട് എന്താവാനാണ് എന്നുള്ളൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു കിറ്റ് ഉണ്ട് എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അത് മെയ് മാസത്തേതാണ്. ജൂൺ മാസത്തിന്റെ വിതരണം ഔദ്യോഗികമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും റേഷൻ കടയിൽ സ്റ്റോക്ക് എത്താത്തത് മൂലം വിതരണം ശരിക്കും ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രീതിയിലാണ് റേഷൻ വിതരണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.